കോഴിക്കോട് ബാലുശ്ശേരി പാതയിൽ വേങ്ങേരി ജംഗ്ഷനിലെ മേൽപ്പാലം തുറന്നു കൊടുക്കുന്നത് ഇനിയും വൈകും. ഓഗസ്റ്റ് അവസാനത്തോടെ വേങ്ങേരി ജംഗ്ഷൻ തുറന്നു കൊടുക്കും എന്നായിരുന്നു കരാറുകാരൻ അറിയിച്ചതെങ്കിലും സ്ഥലം സന്ദർശിച്ച പൊതുമരാമത്ത് മന്ത്രി പറയുന്നത് സെപ്റ്റംബർ ആദ്യവാരത്തോടെ തുറന്നു കൊടുക്കാൻ സാധിക്കൂ എന്നാണ്. ഈ റൂട്ടിലെ ദുരിതയാത്ര ഇനിയും നീളുമെന്ന് ചുരുക്കം. 10 ദിവസത്തിനുള്ളിൽ തുറന്നു കൊടുക്കുമെന്ന് 2 ആഴ്ച മുമ്പ് പറഞ്ഞ വേങ്ങേരി മേൽപ്പാലം ഇനിയും വൈകും. കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ തടമ്പാട്ടുതാഴ് ഭാഗത്തുനിന്ന് ബൈപ്പാസിലേക്ക് പകുതി ഭാഗം നിർമ്മിച്ച VOP വെഹിക്കിൾ ഓവർ പാസിന്റെ അവശേഷിക്കുന്ന ഭാഗത്തെ പാലം നിർമ്മാണം 10 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി ഓഗസ്റ്റ് അവസാനത്തോടെ തുറന്നു കൊടുക്കുമെന്നായിരുന്നു കരാറുകാർ അറിയിച്ചിരുന്നത്. എന്നാൽ വേങ്ങേരി ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന മേൽപ്പാലം സെപ്റ്റംബർ ആദ്യവാരത്തോടെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് സ്ഥലം സന്ദർശിച്ച ശേഷം പറഞ്ഞത്. NH-66 പ്രവൃത്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിൽ ഞാൻ റിവ്യൂ നടത്തും. എല്ലാ മാസവും ഇതിന്റെ ഓരോ ജില്ലകളിലെയും കാര്യങ്ങൾ പ്രത്യേകം പരിശോധിക്കും. നോഡൽ ഓഫീസറെ നിശ്ചയിച്ചിട്ടുണ്ട്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 2025 അവസാനത്തോടുകൂടി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ ദേശീയപാത 66 പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് 6 വരിയാണ്. വേങ്ങേരി ജംഗ്ഷനിൽ 2 വരി പാലം നിർമ്മിക്കാനുള്ള പ്രവൃത്തി ആരംഭിക്കെ 1 വർഷം മുമ്പ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി തടസ്സപ്പെടുകയായിരുന്നു. ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ 2 വരി പാലം നിർമ്മിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുവാൻ അധികൃതർ തയ്യാറാവുകയായിരുന്നു. പല കാരണങ്ങളാൽ 2 വരി നിർമ്മാണവും വൈകി. ശക്തമായ മഴയും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും കാരണം നിർമ്മാണ പ്രവൃത്തി നീണ്ടു. 3 കൺസ്ട്രക്ഷൻ ജോയിന്റ് നിർമ്മിച്ച ശേഷം 7 ദിവസം ഉറയ്ക്കാനുള്ള സമയം മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് കരാറുകാരൻ 2 ആഴ്ച മുമ്പ് പറഞ്ഞത്. വെങ്ങളം രാമനാട്ടുകര 6 വരി ദേശീയപാതയ്ക്ക് കുറുകെ 45 മീറ്റർ വീതിയിൽ 27 മീറ്റർ നീളത്തിലാണ് പാലം. പാതിഭാഗമായ 13.5 മീറ്റർ നീളത്തിൽ 45 മീറ്റർ വീതിയിൽ നിർമ്മാണമാണ് പൂർത്തിയാകുന്നത്. 6 വരിയുടെ അവശേഷിക്കുന്ന പാതിഭാഗത്ത് റോഡ് താഴ്ത്തി ജപ്പാൻ കുടിവെള്ള പൈപ്പ് മാറ്റിയാണ് പ്രവൃത്തി തുടങ്ങുക. 220 മീറ്റർ പൈപ്പാണ് മാറ്റി സ്ഥാപിക്കുക. പൈപ്പ് മാറ്റൽ പ്രവൃത്തി ആരംഭിച്ചാൽ 4 ദിവസത്തോളം കോഴിക്കോട് സിറ്റിയിൽ വെള്ളം മുടങ്ങും. നേരത്തെ പ്രഖ്യാപിച്ച പോലെ അടുത്ത വർഷം അവസാനത്തോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ ദേശീയപാത 66 വികസനം പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയപാത വികസനം നടക്കുന്നത് കാരണം പലയിടങ്ങളിലും ഗ്രാമീണ റോഡുകളിൽ ഉൾപ്പെടെ ഗതാഗതം തിരിച്ചുവിടേണ്ടി വന്നിട്ടുണ്ട്. മഴ കൂടിയായതോടെ പലയിടങ്ങളിലും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം ദേശീയപാത അതോറിറ്റിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മഴ കുറയുന്ന മുറയ്ക്ക് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.